നമസ്കാരം, ഞാൻ പൂജ വിജയൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. ചർച്ചയിൽ തീർപ്പ് തേടി. തർക്കങ്ങൾ തീർപ്പാക്കാൻ CPM CPI അനുരഞ്ജന ചർച്ച ഇന്ന്. സീറ്റ് ചർച്ചകൾ വഴിമുട്ടിയത് 2 സീറ്റ് അധികം വേണമെന്ന CPI അവകാശവാദത്തെ തുടർന്ന്. അധിക ആവശ്യം 1 സീറ്റിലേക്ക് ചുരുക്കി CPI വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന് സൂചന. ചർച്ചകളുടെ വഴിയടച്ച് CPIയെ ചൊടിപ്പിച്ചത് നിലവിലുള്ള സീറ്റുകളിൽ ഒന്ന് വിട്ടു നൽകണമെന്ന വെല്ലിയേട്ടൻ പാർട്ടിയുടെ നിലപാട്. പുറത്തുള്ള കക്ഷികൾക്കു വേണ്ടി സ്വന്തം സീറ്റ് നൽകാനാവില്ലെന്ന് CPI. ഇരവിപുരം സീറ്റിന്റെ കാര്യത്തിൽ യാതൊരു ഒത്തുതീർപ്പിനും വഴങ്ങില്ലെന്നും കാനം രാജേന്ദ്രൻ. അതേസമയം ജില്ലകളിൽ നിന്നുള്ള സാധ്യതാ പട്ടികയിൽ അന്തിമ തീരുമാനത്തിന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ. PK ഗുരുദാസൻ ഉൾപ്പെടെ VS ചേരിയിലെ മുതിർന്ന നേതാക്കളെ കൂട്ടത്തോടെ ഒഴിവാക്കിയതിൽ കടുത്ത അതൃപ്തി. യെച്ചൂരിക്ക് മുന്നിൽ പരാതിയുമായി VS പക്ഷം. വൈകിപ്പോയ വിഭജനം. സീറ്റ് വിഭജനം സംബന്ധിച്ച ഘടകകക്ഷികളുടെ അവകാശവാദങ്ങൾ കടിച്ചമർത്തി കോൺഗ്രസ്. അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകാൻ സുധീരനും ഉമ്മൻചാണ്ടിയും രമേശും തിങ്കളാഴ്ച ഡൽഹിക്ക് പോകാനിരിക്കെ സീറ്റു ചർച്ചകൾ തുടങ്ങിയെടുത്ത് തന്നെ. മുന്നണിയിൽ ഇടങ്ങേറായി മാണി കോൺഗ്രസിന്റെ സീറ്റ് മോഹവും വെച്ചുമാറൽ തർക്കങ്ങളും. കേരള കോൺഗ്രസ് അധികമായി ആവശ്യപ്പെട്ട 3 സീറ്റുകളിൽ ഒരെണ്ണം നൽകി പ്രശ്നം പരിഹരിക്കാൻ സാധ്യത. എന്നാൽ പാർട്ടി പിളർന്ന സാഹചര്യത്തിൽ കൂടുതൽ സീറ്റുകൾ നൽകേണ്ടതില്ലെന്ന് കോൺഗ്രസിൽ പൊതുവികാരം. പുനലൂർ, കുട്ടനാട് മണ്ഡലങ്ങൾ വെച്ചുമാറാനും മാണിക്കുമേൽ സമ്മർദ്ദം. അതേസമയം ലീഗ് കഴിഞ്ഞ തവണ മത്സരിച്ചു തോറ്റ 4 സീറ്റുകളിൽ പ്രഖ്യാപനം വൈകുന്നു. ഇന്നലെ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ നേതാക്കൾ ആവശ്യപ്പെട്ടത് ഇരവിപുരത്തിന് പകരം കരുനാഗപ്പള്ളി. നിലപാട് തള്ളിയ കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് ചടയമംഗലം വിട്ടു നൽകാമെന്ന ഉപാധി. താരക്കുരുക്കിൽ താമര. BJP സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് കേന്ദ്ര നേതൃത്വത്തിന് കൈമാറാനിരിക്കെ തൃപ്പൂണിത്തുറയിലും തിരുവനന്തപുരത്തും ആശയക്കുഴപ്പം. മത്സരിക്കാൻ തൃപ്പൂണിത്തുറ തന്നെ വേണമെന്നാവശ്യപ്പെട്ട് ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ഇന്ന് മോദിയെ കാണും. മണ്ഡലത്തിൽ നേരത്തെ പ്രഖ്യാപിച്ച തുറവൂർ വിശ്വംഭരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പരിഹാരം കാണാനാകാതെ BJP. തിരുവനന്തപുരം സീറ്റിലേക്ക് നടൻ സുരേഷ് ഗോപി സമ്മതം മൂളാത്ത സാഹചര്യത്തിൽ V സുരേന്ദ്രൻ പിള്ളയ്ക്ക് സീറ്റ് നൽകുമോ എന്നതിൽ അനിശ്ചിതത്വം. കാഞ്ഞിരപ്പള്ളിയിലേക്ക് രാഹുൽ ഈശ്വറിന്റെ പേര് പരിഗണനയിലുണ്ടെങ്കിലും അന്തിമ തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന്. അതേസമയം തർക്കമണ്ഡലങ്ങൾ തൽക്കാലം മാറ്റി നിർത്തി BJP സ്ഥാനാർത്ഥി പട്ടിക ഇന്നു വൈകിട്ട്. നേരത്തെ പ്രഖ്യാപിച്ച 22 പേർ അടക്കം 85 സ്ഥാനാർത്ഥികളുടെ പട്ടികയുമായി കുമ്മനവും V മുരളീധരനും ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ ഡൽഹിയിൽ. പ്രഖ്യാപനം ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ സാന്നിധ്യത്തിൽ. ക്യാമ്പസിൽ കലാപകാലം. ഹൈദരാബാദ് സർവകലാശാലയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാകുന്നു. VC അപ്പറാവുവിന്റെ രാജ്യാവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സംയുക്ത സമരസമിതി. അതിനിടെ ക്യാമ്പസിൽ കുടിവെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സമരത്തിനിടെ പോലീസ് മർദ്ദനമേറ്റ വിദ്യാർത്ഥി ഉദയഭാനുവിന്റെ നില അതീവ ഗുരുതരം. ക്യാമ്പസിൽ കലാപമുണ്ടാക്കിയെന്നാരോപിച്ച് അറസ്റ്റിലായ 27 വിദ്യാർത്ഥികളും 3 അധ്യാപകരും റിമാൻഡിൽ. പ്രക്ഷോഭത്തെ തുടർന്ന് 30ഓളം വിദ്യാർത്ഥികളെ കാണാതായി എന്നും റിപ്പോർട്ട്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ക്യാമ്പസിലെത്തിയ JNU വിദ്യാർത്ഥി നേതാവ് കനയ്യകുമാറിന് നേരെ ചെരുപ്പേറ്. അപ്പറാവുവിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് രോഹിത് വെമുലയുടെ മാതാവ് രാധിക നടത്തുന്ന സത്യഗ്രഹത്തിനും തുടർച്ച. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2630 രൂപ, പവൻ 21,040 രൂപ, വെള്ളി ഗ്രാമിന് 41 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.